നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത ചിത്രമാണ് സർവം മായ. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് ദിനത്തിൽ ചിത്രം 8 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് കണക്ക്. ഈ വർഷം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 7ാമത്തെ ഓപ്പണിംഗ് കൂടിയാണിത്. മലയാള സിനിമയുടെ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പോസിറ്റീവ് അഭിപ്രായം വന്നാൽ കളക്ഷനിൽ വലിയ കുതിപ്പ് തന്നെ കാണാനാകും. ഇനി ആദ്യ ഷോകൾക്കിപ്പുറം നെഗറ്റീവ് അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിൽ നിന്ന് വരുന്നതെങ്കിൽ എത്ര വലിയ പ്രീ റിലീസ് ഹൈപ്പോടെ എത്തുന്ന ചിത്രമാണെങ്കിലും ബോക്സ് ഓഫീസിൽ അന്വേ പരാജയപ്പെടും. ഇപ്പോഴത്തെ ഈ വർഷത്തെ അവസാന റിലീസുകളുടെ കൂട്ടത്തിൽ ഒരു ചിത്രം പ്രേക്ഷക പ്രീതി കൃത്യമായ മുൻതൂക്കം നേരിടുകയാണ്. നിവിൻ പോളിയെ നായകനാക്കി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത സർവം മായ എന്ന ചിത്രമാണിത്. കോമഡിക്ക് പ്രാധാന്യമുള്ള ചിത്രത്തിൽ നിവിൻ പോളി വീണ്ടും നായകനാവുന്നു. അഖിൽ സത്യൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അജു വീണ്ടും നിവിനൊപ്പം എത്തുന്നു. ഹൊറർ കോമഡി ജോണറിൽ പെടുന്ന സിനിമ ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ നേരത്തെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു സർവം മായ. ആദ്യ ഷോകൾക്കിപ്പുറം പോസിറ്റീവ് അഭിപ്രായം കൂടി വന്നതോടെ നിവിൻ്റെ തിരിച്ചുവരവ് തിയേറ്ററുകളിൽ കാണാനായിരുന്നു. തിയേറ്ററുകളിൽ തിരക്കിട്ട് എത്തുകയാണ് പ്രേക്ഷകരും. മികച്ച ഓപ്പണിംഗോടെ ചിത്രം ബോക്സ് ഓഫീസ് കുതിപ്പും തുടങ്ങിയിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് റിലീസ് ദിനത്തിൽ ചിത്രം 8 കോടിക്ക് മുകളിൽ നേടിയെന്നാണ് കണക്ക്. ഈ വർഷം മലയാള സിനിമയിലെ ഏറ്റവും മികച്ച 7ാമത്തെ ഓപ്പണിംഗ് ആണിത്. ബസൂക്ക, ലോക, ആലപ്പുഴ ജിങ്കാന എന്നീ ചിത്രങ്ങളൊക്കെ ആഗോള ഓപ്പണിംഗിൽ സർവം മായ പിന്നിട്ടിരിക്കുകയാണ്. ഈ വർഷം എത്തിയ ഇമ്പുരാനാണ് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ആഗോള ഓപ്പണിംഗ് നേടിയ ചിത്രം. 68.2 കോടിയായിരുന്നു ചിത്രത്തിന്റെ റിലീസ് ദിന കളക്ഷൻ. തുടരും, കളങ്കാവൽ, ബബ്ബബ, DSCRE, ഹൃദയപൂർവ്വം എന്നിവയാണ് ലിസ്റ്റിൽ 2 മുതൽ 6 വരെ സ്ഥാനത്തിലുള്ള ചിത്രങ്ങൾ. തുടരും 17.38 കോടിയാണ് ആദ്യ ദിനം നേടിയതെങ്കിൽ കളങ്കാവലിന്റെ ഓപ്പണിംഗ് 15.65 കോടിയായിരുന്നു. ബബ്ബബ 14.80 കോടിയും DSCRE 11.70 കോടിയും ആദ്യ ദിനം നേടി. 8.5 കോടിയായിരുന്നു DSCREയുടെ ഓപ്പണിംഗ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.